ഇപ്പോ എന്തുകൊണ്ടായിരിക്കും ഈ നായകന്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങൾ നോക്കി കാണുന്നത്? അല്ല അദ്ദേഹത്തിന്റെ വീണ്ടും അദ്ദേഹത്തിന്റെ പടത്തിന്റെ സ്ക്രീനിൽ വരുമ്പോ തന്നെ അദ്ദേഹം വിശ്വാസം കുറവ് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികരെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകരെ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത്, കലാസൃഷ്ടി. അത് പ്രേക്ഷകര് റിജക്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിന്റഡ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാള് നാളെ വേറൊരാള് എന്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷ വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിന്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല.